നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പലരും നമ്മളെ സ്വാധീനിക്കാറുണ്ടല്ലേ. ഒരു നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ ഒരാളും അപകടത്തിൽപ്പെടില്ല. എന്നാൽ മോശം സ്വഭാവക്കാർക്കൊപ്പമുള്ള ഇടപെടൽ നമ്മളെയും തെറ്റായ വഴിയിലേക്ക് നയിക്കാം. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സന്റെ റോൾ മോഡലും കൂട്ടുകാരനുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. രാഹുലിനെ പോലെ ജനകീയനായ നേതാവ്, എന്നാൽ ചെറിയൊരു സ്വഭാവ വൈകൃതമാണ് പ്രശോഭിനും കുരുക്കായത്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തു. യുവതി മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രശോഭിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. പട്ടാമ്പിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് തന്നെ പലതവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം യുവതിയുടെ വീട്ടിലെത്തിയാണ് ആദ്യം പീഡിപ്പിച്ചത്. പിന്നീട് കാറിൽ കൊണ്ടുപോകുന്നതിനിടെയും പീഡനം തുടർന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ചും ഇയാൾ അതിക്രമം കാട്ടി. നഗരത്തിലെ ഒരു ഹോട്ടലിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ പറയുന്നു. ഇവിടെ വെച്ച് പ്രതിയുടെ ദൃശ്യങ്ങൾ യുവതി മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. താൻ ആക്രമിക്കപ്പെടുമെന്ന ഭയത്താലാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. തുടർച്ചയായി ഭീഷണികളും പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെയാണ് പരാതിയുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതെന്നും പരാതിക്കാരി പറയുന്നു. റൂമിൽ അറിവില്ലാത്ത സമയത്ത് കയറി വരികയും ബലപ്പെടുത്തിയായിരുന്നു ചെയ്തത്. എൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നു. പെർമിഷൻ ഇല്ലാണ്ട് കയറി വരുന്നത് കൂടി എനിക്കറിയില്ല. ഇയാൾ വന്നിട്ട് വാതിൽ തട്ടുമ്പോഴാണ് എനിക്ക് ഇയാളെന്ന് മനസ്സിലാവുന്നത്. ബലപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്തു. കഴിഞ്ഞിട്ട് എനിക്കൊക്കെ MP MLA ഒക്കെ പഠിക്കുന്ന ആൾക്കാരെ ജോലിയൊക്കെ എനിക്കതൊരു കാര്യമേ ഇല്ല, ഒക്കെ സെറ്റാക്കി തരാം, ഞാൻ പേടിക്കണ്ട, ഇതൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകണം, കാറിൽ വെച്ചിട്ടും പിന്നെ സൂര്യ റെസിഡൻസിൽ റൂം എടുത്തിട്ടും 2-3 പ്രാവശ്യം. ഗർഭിണിയാണെന്നറിയിച്ചപ്പോൾ അലസിപ്പിക്കാൻ മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നും പരാതിയിലുണ്ട്. പിന്നീടാണ് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായതെന്നും യുവതി പറയുന്നു. നിലവിൽ പ്രശോഭ് ഒളിവിലാണെന്നാണ് വിവരം. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് പ്രശോഭ്. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽപ്പെട്ടപ്പോൾ പിന്നീട് പാലക്കാട് എത്തിയത് പ്രശോഭിന് വേണ്ടി വോട്ട് ചോദിക്കാനായിരുന്നു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പ്രശോഭ് ആദ്യം പോയതും രാഹുലിനെ കാണാനായിരുന്നു. ദളിത് യുവതിയുടെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരവും ലൈംഗികാതിക്രമത്തിനുമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാണ് സാധ്യത. പ്രശോഭിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും വിവരമൊന്നുമില്ല. ഇയാൾ ഒളിവിൽ പോയെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പ്രശോഭിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് യുവതി പരാതി നൽകിയത്. പ്രതിയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.